ാണ് ഒരു വലിയ ബുദ്ധിജീവിയും ഇടതുപക്ഷ ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെ മൈത്രേയൻ ഇപ്പോൾ അടുത്ത് പറഞ്ഞതറിയാം, ഖുർആനിൽ മനുഷ്യന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന്. അത്ഭുതം തോന്നും. ഖുർആൻ പരിഭാഷകൾ ലോകത്തെല്ലാ ഭാഷയിലും ലഭ്യമാണ്, എല്ലാ ഭാഷയിലും. എന്നിട്ട് നമ്മുടെ നാട്ടിലിരുന്ന് ഒരു ചിന്തകനും ബുദ്ധിജീവിയും പറയാണ് ഖുർആനിൽ മനുഷ്യന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഒറ്റ ഇരിപ്പിൽ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഖുർആനിൻ്റെ ഏതൊരു പേജ് എടുത്ത് നോക്കിയാലും അതിൽ മനുഷ്യന് ഉപകരിക്കുന്ന ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. പക്ഷേ അത് സമ്മതിച്ച് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ബൈബിൾ പറഞ്ഞ പോലെ ഒരു വചനം ഖുർആനിലുണ്ടോയെന്ന്. ഖുർആനിൽ ഒരു വചനമല്ല, 100 കണക്കിന് വചനങ്ങൾ. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും എല്ലാ മനുഷ്യർക്കും ദൈവം ആദരവ് നൽകിയിട്ടുണ്ടെന്നും ഖുർആനാ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ നാമം അള്ളാഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെ റഹ്മാൻ എന്നാണ്, റഹ്മത്തുള്ളവൻ. ആ റഹ്മത്തുള്ള അള്ളാഹു ജനങ്ങളോട് ആവശ്യപ്പെടുന്നതും കാരുണ്യം ചൊരിയണം എന്നാണ്, മനുഷ്യരെ സ്നേഹിക്കണമെന്നാണ്, പാവങ്ങളെ സഹായിക്കണമെന്നാണ്, മാതാപിതാക്കളെ സംരക്ഷിക്കണം, സ്നേഹിക്കണം എന്നാണ്, കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കണം എന്നാണ്, അയൽവാസിയോട്. അങ്ങനെ കാരുണ്യം, സ്നേഹം, നീതി, നന്മ ഇതൊക്കെ പറയുന്ന ആ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് പോലും തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ജീവിച്ചിരിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നു എന്നാണ്. ഇസ്ലാമിനെതിരിലും ഖുർആനെതിരിലും യുക്തിവാദികൾ എന്തുമാത്രം എഴുതുന്നു എന്നറിയാം. ഇപ്പം നമ്മുടെ കുടുംബ സംവിധാനം വിവാഹത്തോടു കൂടിയാണ്. വിവാഹത്തിന് മുമ്പുള്ള അന്യ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം ഹറാമാണ്. അപ്പോൾ ഒരു വ്യവസ്ഥ വേണം, ഒരു ഘടന വേണം, ഒരു ഓർഡർ വേണം ജീവിതത്തിന്. അത് വേണ്ട എന്ന് പറഞ്ഞു പോയ പാശ്ചാത്യൻ ലോകത്തുള്ള 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഫാമിലി ആവശ്യമില്ല, നമ്മളൊക്കെ സ്വതന്ത്രരാണ്, ആരും ആരെയും ഭരിക്കണ്ട. അങ്ങനെ സ്വതന്ത്രമായി ജീവിച്ചു പോന്ന കുടുംബജീവിതം വേണ്ട എന്ന് വെച്ച ആ സമൂഹങ്ങളിൽ ഇന്ന് പുതിയ ഒരു മൂവ്മെൻറ്റ് വന്നത് ബാക്ക് ടു ഫാമിലിന്നാണ്. കുടുംബത്തിലേക്ക് മടങ്ങുക, കുടുംബം വേണം. സ്ത്രീയെയും പുരുഷനെയും അള്ളാഹു സൃഷ്ടിച്ചത് വഖലഖനാക്കും അസ്വാജ, ഇണകളായിക്കൊണ്ടാണെന്നാണ്. അപ്പോൾ സ്നേഹം പങ്കുവെക്കുന്ന, പരസ്പരം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അങ്ങനെയുള്ള ഇണയായി തുണയായി ജീവിക്കണമെന്നത് ശുദ്ധമായ മാനസികമായ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ജീവിച്ചു പോകാനും സംതൃപ്തിയോടുകൂടി കഴിയുവാനും അനിവാര്യമാണ്. ഇപ്പം അടുത്ത് തന്നെ ഇതുപോലുള്ള ഒരു യോഗത്തിൽ ഒരു നാസ്തികനോട് ഒരു യുവാവ് ചോദിച്ചു, നിങ്ങളിപ്പോൾ ഇത്തരത്തിലുള്ള ഘടനകൾക്കെതിരാണല്ലോ, അപ്പോൾ ഒരു സ്ത്രീക്ക് അവളുടെ പിതാവുമായോ സഹോദരനുമായോ അല്ലെ ഒരു പുരുഷന് അയാളുടെ മാതാവുമായോ സഹോദരിയുമായോ ലൈംഗിക ബന്ധം നടത്താൻ പറ്റും? ഒരു ധർമ്മബോധം വേണ്ടേ, ധാർമ്മികത വേണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പം ചോദിച്ചാൾ വിചാരിച്ചത് അയാൾ അങ്ങനെ ചില നിയമങ്ങളൊക്കെ വേണമെന്ന് പറയുന്ന. പക്ഷെ അയാൾ പറഞ്ഞെന്താ പറയുക, അതിനിപ്പോൾ എന്താ, ഒരാളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ ആരും ആരെയും കയ്യേറ്റം ചെയ്യുന്നില്ലെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യവും ഇഷ്ടവുമാണ് എന്നാണ്. അപ്പോൾ ഈ മതവിരുദ്ധ ശക്തികൾ മുഴുവനും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അധാർമികമായ കുത്തഴിഞ്ഞ യാതൊരു വ്യവസ്ഥയുമില്ലാത്തൊരു ജീവിതത്തിലേക്കായിരിക്കും എന്ന് നമ്മൾ അറിയണം. ലോകം വളരെ മുമ്പിലെത്തി, വളരെ പരിഷ്കരിച്ചു, വിജ്ഞാനങ്ങളേറെയായി. എന്നിട്ടും നാം നോക്കൂ, കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, സ്ത്രീ പീഡനങ്ങൾ ഉണ്ടാകുന്നു, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു. എവിടെയും തിന്മകളുണ്ട്. ഈ തിന്മകൾ ഇല്ലാതാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അത് മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകണം. എന്നെ സൃഷ്ടിച്ച അള്ളാഹു, എന്നെ സംരക്ഷിക്കുന്ന അള്ളാഹു, ജീവൻ നൽകിയ അള്ളാഹു, നമ്മെ മരിപ്പിക്കുന്ന അള്ളാഹു, നമ്മുടെ ഈ ജീവിതം അത് അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ചാക്കണം. ജീവിതം കുറച്ചു കാലമേ ഉള്ളൂ, സുഖദുഃഖങ്ങളൊക്കെ അതിനിടയിൽ വന്നു പോകും. അതിനുള്ള സമർപ്പണവും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതുമായ വഴിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിൻ്റെ മർമ്മം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. എല്ലാ അമ്പിയാക്കന്മാരും അതാണ് പഠിപ്പിച്ചത്. മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ ഒന്നാമത്തെ ആദർശമായി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ്. അത് ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അങ്ങേയറ്റം
അങ്ങേയറ്റം ദൃഢമായ വിശ്വാസത്തിലാണ്, നിർഭയത്വത്തിലാണ്, ഭയപ്പാടില്ലാത്ത ഒരു ജീവിതമാണ്. അപ്പം മനുഷ്യനെ തൗഹീദിൽ നിന്ന് തെറ്റിക്കുന്ന മൗലവി പറഞ്ഞ പോലെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അവർ പുരോഹിതന്മാരുണ്ട്, അതുപോലെ ഈ പറഞ്ഞ പോലെ ജിന്ന് പൂജകരുണ്ട്, അതുപോലെ മന്ത്രവാദികളുണ്ട്, കൂടോത്രം നടത്തുന്നവരുണ്ട്, പലരുമുണ്ട്. ഇവരൊക്കെ വിശ്വാസത്തെയാണ് ചൂഷണം ചെയ്യുന്നത്. ഇസ്ലായി ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയില്ല. കാരണം അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത വലാ മുഅ്തി അലിമാ മനഅ്ത വലാ യൻഫഉൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തന്നതിന് തടയാൻ ആളില്ല, നീ തരാത്തതിനെ തരാനും ആളില്ല. ഇങ്ങനെ അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ ഒരിടത്തട്ട് കേന്ദ്രങ്ങൾ ആവശ്യമില്ല, ഒരു ഇടയാളനും വേണ്ടതില്ല. അതാണ് ശുദ്ധമായ തൗഹീദ് എന്ന് പറയുന്നത്, കലർപ്പില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം ശരിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ എളുപ്പമാണ്. ജീവിതത്തിൻ്റെ സംസ്കാരം, സ്വഭാവം, പെരുമാറ്റം, ഇടപാടുകളുടെ മര്യാദ, അങ്ങനെ ജീവിതത്തിൻ്റെ നിഖല മേഖലകളിലും മനുഷ്യൻ പാലിച്ചു പോരേണ്ട നിയമങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുമുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തി അങ്ങനെയുള്ള ഒരു മഹല്ല്, എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ സന്തോഷം വീണ്ടും വർദ്ധിച്ചത് ഈ മഹല്ലിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ കൂടുതൽ തൽപരരായി യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും സഹോദരിമാരും ഉണ്ട് എന്നതാണ്. പല സ്ഥലത്തും അതുണ്ടാവില്ല. ഒരു പള്ളി കമ്മിറ്റി ഉണ്ടാവും, ആ കമ്മിറ്റി അംഗങ്ങൾ തന്നെ വളരെ പ്രായം കൂടിയ ആളുകളായിരിക്കും. ചെറുപ്പക്കാരുണ്ടാവില്ല, വിദ്യാർത്ഥികളുണ്ടാവില്ല, സഹോദരിമാരുണ്ടാവില്ല, വിദ്യാർത്ഥിനികളുണ്ടാവില്ല. അതൊക്കെ അതിൻ്റെ മട്ടത്തിനിങ്ങനെ ഒരു സ്കെലിറ്റൻ മാത്രം ഒരു മഹല്ലും പള്ളിയും മദ്രസയും ഉണ്ടാവും. ഇവിടെ എല്ലാവരും അവരുടെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടി അവർ മുന്നോട്ട് പോവുകയാണ്. ഒന്നിച്ചു നിൽക്കുക എന്നത് നിലനിൽപ്പിൻ്റെ ഒരാവശ്യമാണ്. ലോകത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഏറ്റവും വലിയ പ്രശ്നം സംഘർഷമാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ. ഫലസ്തീനിൽ, ഉക്രൈനിൽ, അതുപോലെ മ്യാൻമാറിൽ മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്ത് നശിക്കുകയാണ്. മതസമൂഹങ്ങൾ തമ്മിൽ, ഒരേ മതത്തിൽപ്പെട്ട ആളുകൾ വിവിധ വിഭാഗങ്ങളായി തമ്മിലടിച്ച് മരിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ദുനിയാവിൽ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതകാലത്ത് എല്ലാവരുമായി നല്ല ബന്ധത്തോടുകൂടി, നല്ല സ്നേഹത്തോടുകൂടി, കഴിയുന്നത്ര വിട്ടുവീഴ്ചയോടുകൂടി, ഒരുമയോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് മനസ്സമാധാനമുണ്ടാകും, സന്തോഷവും ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഒരാൾ ചിന്തിക്കും പോലെ മറ്റൊരാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഒരാളുടെ ശരി മറ്റൊരാൾക്ക് ശരിയല്ല എന്ന് തോന്നാം, ഒരാളുടെ തെറ്റ് മറ്റൊരാൾക്ക് ശരിയാണ് എന്ന് തോന്നാം. അതൊക്കെ പരസ്പരം ഉൾക്കൊണ്ടും അംഗീകരിച്ചും മര്യാദയോടുകൂടി ജീവിക്കുവാൻ നാം ഒരു വിദ്യാഭ്യാസം നൽകിയാൽ നാട്ടിൽ വർഗീയത ഉണ്ടാവില്ല, വിഭാഗീയത ഉണ്ടാവില്ല, സംഘർഷങ്ങളുണ്ടാവില്ല. എല്ലാ ആളുകളും ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷമുള്ള ഒരു ജീവിതമുണ്ടാകും. അങ്ങനത്തെ നാട്, അങ്ങനത്തെ കുടുംബങ്ങൾ, അങ്ങനത്തെ സ്ഥാപനങ്ങൾ, അങ്ങനത്തെ മഹല്ലുകൾ, അതെല്ലാവർക്കും ഒരു പ്രകാശം പരത്തുന്ന ഗോപുരമായി, പ്രകാശഗോപുരമായി തീരും. ഈ മഹല്ലിനും മഹല്ല് വാസികൾക്കും ഇവിടുത്തെ എല്ലാ സഹോദരന്മാർക്കും നന്മ നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.